ഇത് മാരുതിയുടെ ടൈപ്പ് 2 സ്വിഫ്റ്റ് അല്ലേ? ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2012 മോഡൽ വണ്ടിയാ. ഇത് 2017 മോഡലാണ്. ഡെൽറ്റ വേരിയന്റ് ആണ്. ബ്ലൂ കളറിലെ ഒരു സ്വിഫ്റ്റ് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2012 മോഡൽ വണ്ടിയാണ്. ഇത് 2016 മോഡൽ വണ്ടിയാ. സിംഗിൾ ഓൺഷിപ്പില് 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 2020 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പിൽ 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ ഫുൾ ഓപ്ഷൻ. ഇത് 2018 മോഡൽ വണ്ടിയാണ്. VXI വേരിയന്റ് ആണ്, മിഡ് വേരിയന്റ്. സിംഗിൾ ഓൺഷിപ്പിൽ 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ്. ഇത് 2015 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പിൽ 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ്. ഇത് 2022 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പിൽ 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ മലയാളികൾ നമ്മുടെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു. ഇനി വേണ്ടത് നല്ല യൂസ്ഡ് കാറുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് നല്ല ഷോറൂമുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കിടിലൻ ഷോറൂമിലാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള മാമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ മാരുതി ട്രൂ വാല്യൂ ഷോറൂമിൽ ഒരുപാട് നല്ല ക്വാളിറ്റി വാഹനങ്ങളുടെ സ്റ്റോക്കാണ് ഈ മാസം മെയ് മാസം നിങ്ങൾക്ക് വേണ്ടി ഇവര് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇപ്പൊ ഒരു മഴക്കാലം അതുപോലെ സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കാൻ പോവുകയാണ്. ഇപ്പൊ എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഒരു വാഹനം കാർ സ്വന്തമായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഷോറൂമിലേക്ക് ഈ മാസം വരാവുന്നതാണ്. നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. മാരുതി വാഹനങ്ങൾ ഒട്ടുമിക്ക വാഹനങ്ങളും സർട്ടിഫൈഡ് വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ 6 മാസം മുതൽ 1 വർഷം വരെ വാറന്റി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3 ഫ്രീ സർവീസും സർട്ടിഫൈഡ് വാഹനങ്ങൾക്ക് നൽകുന്നുണ്ട്. മാരുതി വാഹനങ്ങൾ മാത്രമല്ല അതർ ബ്രാൻഡ് വാഹനങ്ങളും ഈ ഒരു ഷോറൂമിൽ നിലവിൽ അവൈലബിൾ ആണ്. അതർ ബ്രാൻഡ് വാഹനങ്ങൾക്കും വാറന്റി 1 വർഷം വരെ കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ യൂസ്ഡ് കാറുകൾ എടുക്കാൻ പരിപൂർണ്ണ വിശ്വാസമായിട്ട് കയറി വരാൻ പറ്റുന്ന ഷോറൂമാണ്. നമ്മുടെ എറണാകുളം ജില്ലയിൽ നല്ല കാറുകൾ അന്വേഷിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മാക്സിമം വീഡിയോ മുഴുവനായിട്ട് കണ്ടോ. ഈ മാസം സ്റ്റോക്ക് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് സ്വസ്ഥമായിരുന്നു കാണാം. ഇഷ്ടമായാൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. നമ്പർ സ്ക്രീനിലുണ്ട്. വരാൻ പറ്റുന്നവർ വരെ കറക്റ്റ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ആലുവ സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ പാലാരിവട്ടം എത്തുന്നതിന് മുന്നേ മാമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോറൂം ഉള്ളത്. റെനൈ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ നേരെ ഓപ്പോസിറ്റ് ആണ്. മെട്രോ പില്ലർ നമ്പർ 503. അപ്പൊ വരാൻ പറ്റുന്ന ഒരു ഷോറൂമിലേക്ക് വരെ വീഡിയോ മുഴുവൻ കാണാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2023 മോഡൽ വണ്ടിയാ. സിംഗിൾ ഓൺഷിപ്പിൽ 44,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഏത് വേരിയന്റ്? VXI മാനുവൽ വണ്ടി. മാനുവൽ വണ്ടിയാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് കാണാനൊക്കെ വരുന്നത് വാറന്റി വരുന്ന വണ്ടിയാണ്. വാറന്റി വരുന്നുണ്ട് അല്ലേ? നമുക്ക് എത്ര വാറന്റി വരും? നമുക്ക് 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസ് ഉണ്ട് വണ്ടി. അതായത് ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ ഈ പറഞ്ഞ വാറന്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യട്ടോ. ഇനി അറിയേണ്ടത് ഈ ഒരു വാഹനത്തിൽ ചോദിക്കുന്ന പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 6,85,000 രൂപ. ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റം ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. മാരുതിയുടെ ഓൾട്ടോ 800 അതും 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസോട് പോയിട്ടില്ലേ? ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2021 മോഡൽ ഓൾട്ടോ LXI ആണ്. സിംഗിൾ ഓൺഷിപ്പിൽ 55,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 55,000 കിലോമീറ്റർ. LXI വേരിയന്റ്. ഇത് LXI വേരിയന്റ് ആണെങ്കിൽ കൂടി അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. ക്വാളിറ്റി വണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ വാറന്റി സർവീസ് കൊടുക്കുന്നത്. അതെ. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ചോദിക്കുന്നത് 3,60,000. മാരുതിയുടെ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന വാഹനമാണ് മാരുതി ബലേനോ. അതും 6 മാസത്തെ വാറന്റി, 3 ഫ്രീ സർവീസോട് പോയിട്ട്. ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് വരുന്നത് 2021 മോഡൽ ഡെൽറ്റ വേരിയന്റ് ആണ്. മിഡിൽ ഓപ്ഷൻ. സിംഗിൾ ഓൺഷിപ്പിൽ 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ മാനുവൽ. അത്യാവശ്യം പെർഫോമൻസും മൈലേജും എല്ലാം കൊണ്ടും ഒത്തണീറ്റുള്ള കിടിലം വാഹനമാണ്. ഈ ഡെൽറ്റ പറയുന്ന വേരിയന്റിന് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചറും വരുന്ന വണ്ടിയാണ്. നോർമൽ സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോ, ABS, എയർ ബാഗ് കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ചോദിക്കുന്നത് 6,45,000 രൂപ. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. പിന്നെ 6 മാസത്തെ വാറന്റി, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഈ ഒരു വാഗ്നറിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇതിന്റെ ഡീറ്റെയിൽസ് വരുമ്പോൾ 2019 മോഡൽ VXI 1.2 വരുന്നുണ്ട്. 4 സിലിണ്ടർ എഞ്ചിനാട്ടോ. 4 സിലിണ്ടർ 1200 cc. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിൽ 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. ലോ കിലോമീറ്റർ അവൈലബിൾ ആണ്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതിൽ നമുക്ക് നോർമലി വരുന്നത് 4 ഡോർ പവർ വിൻഡോ, ABS, എയർ ബാഗ് കാര്യങ്ങൾ നോർമലി നല്ല ഫീച്ചർ വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചറും വരുന്നുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ. വേറെ മാത്ര ആക്സിഡന്റ് വാറന്റി ഉള്ള വണ്ടി. അതുകൊണ്ടാണ് നമ്മൾ വാറന്റി കൊടുക്കുന്നത്. എത്ര? നമുക്ക് 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസ് വരുന്നത്. നമ്മുടെ പ്രൈസ് വരുന്നത് 4,75,000 രൂപ. മാരുതിയുടെ ഓൾട്ടോ 800 ലാസ്റ്റ് പേസിൽ വരുന്ന വാഹനം 1 ഇയർ വാറന്റിയോട് പോയിട്ടില്ലേ? ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് വരുന്നത് 2020 മോഡലാ. സെക്കൻഡ് ഓണർഷിപ്പില് 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ വണ്ടി. ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ABS, എയർ ബാഗ്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാം വരുന്നുണ്ട്. അതെ. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ചോദിക്കുന്നത് 3,40,000 രൂപ. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് മാസം ചെറിയ EMI-യിലൂടെ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു മീഡിയം ബഡ്ജറ്റ് ഓൾട്ടോ 800 അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2013 മോഡൽ ഓൾട്ടോ 800 ആണ് വരുന്നത്. തേർഡ് ഓണർഷിപ്പിൽ 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 88,000 കിലോമീറ്റർ. പെട്രോൾ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നത്. ഒരു 18 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അഡീഷണൽ സീറ്റ് കവേഴ്സ് ഒക്കെ. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്.
പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണോ? പേപ്പേഴ്സ് എല്ലാം എല്ലാം ക്ലിയർ ആണ്. ഇതിൽ ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ചോദിക്കുന്നത് 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാൻ പറ്റും. സ്റ്റൈല്, പെർഫോമൻസ്, അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി, ഇവ മൂന്ന് നോക്കിയിട്ട് നല്ലൊരു വാഹനം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കിടിലൻ വാഹനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ജീപ്പ് കോമ്പസ്. ഡീറ്റെയിൽസ് തന്നെ തന്നെ. ഇത് 2020 മോഡല് ഡീസൽ 4x4 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞ പേരുണ്ട്. ലോഞ്ചിറ്റ്യൂഡ് അല്ലേ? ഡീസൽ വാനാണ്, ലോ കിലോമീറ്റർ, സ്റ്റിങ്ങുകളൊക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പ്രീമിയം വാൻ എന്ന് പറയാല്ലേ? നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ചോദിക്കുന്നത് 13,50,000 രൂപ. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വാഹനങ്ങൾ മാറ്റിയെടുക്കാനുള്ള സൗകര്യം ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറെ മാത്രം മതി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ സെറ്റ് ചെയ്ത്. ഇത് ഉണ്ടായി കമ്പനിയുടെ i20 സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാ തോന്നുന്നു. അതായത് 2015 മോഡല് i20 ആക്റ്റീവ് എന്ന് പറഞ്ഞ മോഡലാണ്. ആക്റ്റീവ് പറഞ്ഞ മോഡലാണല്ലോ. സിംഗിൾ ഓണർഷിപ്പിൽ 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ വണ്ടി. സ്റ്റിങ്ങുകളൊക്കെ അവൈലബിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. i20 ആക്റ്റീവ് അത്യാവശ്യം ഫീച്ചേഴ്സും കാണാൻ വരുന്നുണ്ട്. ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഹെഡ് ലാമ്പ്, അലോയ് വീല്, പിന്നെ സ്റ്റീരിയോ, ബ്ലൂടൂത്ത് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഫോൾഡിംഗ്, അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് അടക്കം ചെയ്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ചോദിക്കുന്നത് 4,35,000. കോമ്പാക്ട് SUV സെഗ്മെന്റിൽ നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനം സ്റ്റോക്ക് ഉണ്ട്. ഹ്യുണ്ടായിയുടെ വെന്യൂലെ ഡീറ്റെയിൽസ് അങ്ങനെ വരുന്നത്. ഇത് 2022 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പില് മാനുവൽ ആണോ? മാനുവൽ ആണ്. 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ മാനുവൽ. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണോ? അതെ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. ഇതിന്റെ വേരിയന്റ് ഏതാന്ന് പറഞ്ഞത്? ഇത് EMT ആണ്. ബേസ് വേരിയന്റ് ആണ്. പവർ ഉണ്ടാവുള്ളൂ. ബാക്കി നോർമൽ ബേസ് വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. വാറന്റി ഉള്ള വണ്ടിയാണ്. വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ചോദിക്കുന്നില്ല. ഒന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ കൊടുക്കുന്നത്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 6,75,000. 6,75,000. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല? ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാം. ഒരു പ്രീമിയം ഫീൽഡില് ഒരു 7 സീറ്റർ വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനം കിയയുടെ കേരൻസിലെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2022 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ലോ കിലോമീറ്റർ പെട്രോൾ മാനുവൽ പ്രസ്റ്റീജ് വേരിയന്റ്. ഫീച്ചേഴ്സ് അത്യാവശ്യം എല്ലാ ഫീച്ചർ ഉള്ള വണ്ടി. മിഡ് വേരിയന്റ് വണ്ടിയാണ്. ആണല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ചോദിക്കുന്ന പ്രൈസ് എത്ര? ചോദിക്കുന്നത് 9,90,000 രൂപ. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാം. ഹോണ്ടയുടെ ജാസ് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനത ഈ ഒരു മെയ് മാസം സ്റ്റോക്ക് മാമംഗലം ഷോറൂമിൽ അല്ലേ? ഡീറ്റെയിൽസ് തന്നെ. ഇത് 2015 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി. മിഡ് വേരിയന്റ് ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലീൻ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം ലോണും ചെയ്യാൻ പറ്റും. മാക്സിമം ലോണും ചെയ്യാം. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 4,80,000 രൂപ. 4,80,000 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റം ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. 1 വർഷം വാറന്റിയിൽ മാരുതി സുസുക്കിയുടെ എർട്ടിക 7 സീറ്റർ വാഹനങ്ങൾ നോക്കുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം അല്ലേ? ഡീറ്റെയിൽസ് തന്നെ. ഇത് 2018 മോഡൽ വണ്ടിയാണ്. VXI വേരിയന്റ് ആണ്. മിഡ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിൽ 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ മാനുവൽ വണ്ടി. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് വാറന്റി ഉള്ള വണ്ടിയാണ്. 1 ഇയർ വാറന്റി ഉണ്ട്. 1 വർഷം വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാം. ഇത് മിഡ് വേരിയന്റ് ആണെങ്കിലും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. കവറുകളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ടയറുകളൊക്കെ കണ്ടീഷനാണ്. വിത്ത് അലോയിലുള്ള വാഹനമാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ചോദിക്കുന്ന പ്രൈസോ? നമ്മൾ ചോദിക്കുന്നത് 7,25,000. 7,25,000 രൂപ. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. 1 വർഷം വാറന്റിയോട് കൂടി വാങ്ങാൻ പറ്റുന്ന ഒരു 4 സിലിണ്ടർ സ്വിഫ്റ്റ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2018 മോഡൽ സ്വിഫ്റ്റ് ആണ്. LXI വേരിയന്റ് ആണ്. ബേസ് വേരിയന്റ് മോഡലാണ്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിൽ 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. പെട്രോൾ മാനുവൽ സ്റ്റിങ്ങുകളൊക്കെ അവൈലബിൾ ആണ്. 2 ഡോർ പവർ വിൻഡോ ഉള്ള വണ്ടിയാണ്. 2 ഡോർ പവർ വിൻഡോ. ഇത് LXI ബേസ് വേരിയന്റ് ആണെങ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 4,90,000 രൂപ. നമുക്ക് വാറന്റി ഉള്ള വണ്ടിയാണ്. വാറന്റി ഉണ്ട്. 1 വർഷം വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ചെക്കിംഗ് കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ചെക്ക് പോയിന്റ് പാസ് ആയിട്ടാണ് 1 ഇയർ വാറന്റി കൊടുക്കുന്നത്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് ടൊയോട്ടയുടെ ഗ്ലാൻസ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2020 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ടോപ്പ് എൻഡ് ആണോ? ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. എല്ലാ ഫീച്ചേഴ്സും കീലെസ് എൻട്രി, അലോയിൽ പുഷ്പിട്ട എല്ലാം വരുന്നുണ്ട് അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. 1 ഇയർ വാറന്റി ഉള്ള വണ്ടി. 1 വർഷം വാറന്റി ഉണ്ട്. നമുക്ക് പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമാണ്. ചോദിക്കുന്ന പ്രൈസോ? ഇത് നമ്മൾ ചോദിക്കുന്നത് 6,65,000. 6,65,000 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യുമ്പോൾ മാക്സിമം ലോൺ ചെയ്യാം അല്ലേ? ഇത് 2012 മോഡൽ വണ്ടിയാണ്.
VXI മിഡ് വേരിയന്റ് വണ്ടിയാ. സെക്കൻഡ് ഓൺഷിപ്പിൽ 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ വണ്ടി. മിഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് സെൻട്രലൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാ. എല്ലാം ഉണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലീൻ. ചോദിക്കുന്ന പ്രൈസോ? ചോദിക്കുന്നത് 2,75,000. ചോദിക്കുന്ന പ്രൈസ് ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ നമുക്ക് വണ്ടികൾ മാറ്റിയെടുക്കാനുള്ള സൗകര്യം ചെയ്യാലോ. എക്സ്ചേഞ്ച് ഉള്ള സൗകര്യം പുതിയ വണ്ടി എടുക്കണമെങ്കിൽ ചെയ്യാം. ലോ കിലോമീറ്റർ ഓടിയ മാരുതി സ്വിഫ്റ്റ് 4 സിലിണ്ടർ, അതും ഓട്ടോമാറ്റിക് അല്ലേ? അതെ അതെ. 1 വർഷം വാറന്റി, 3 ഫ്രീ സർവീസ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2023 മോഡൽ വണ്ടിയാ. VXI ഓട്ടോമാറ്റിക് വണ്ടിയാ. VXI ഓട്ടോമാറ്റിക്. സിംഗിൾ ഓൺഷിപ്പിൽ 31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹിസ്റ്ററികളൊക്കെ ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി. VXI 4 പവറിന്റെ ABS എയർബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അഡീഷണൽ ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫുള്ളും പുറമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ടയറുകളൊക്കെ കണ്ടീഷൻ ടയർസ് അല്ലേ? എല്ലാം ക്ലിയർ ആണ്. എടുക്കുന്ന കസ്റ്റമറിന് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല, എടുക്കുക ഉപയോഗിക്കുക. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ചോദിക്കുന്നത് 7,10,000. ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റം ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. പോരാത്തിന് ട്രൂ വാല്യൂ സർട്ടിഫിക്കറ്റ് വാനായതുകൊണ്ട് തന്നെ നമുക്ക് 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഒക്കെ വരുന്നത്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടും. മാരുതി സ്വിഫ്റ്റ്, അതും ടൈപ്പ് 2 ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന വാഹനല്ലേ? ഇത് 2012 മോഡൽ വണ്ടിയാ. സെക്കൻഡ് ഓൺഷിപ്പിൽ 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് വേരിയന്റ് ഏതാ? ഇത് VXI വേരിയന്റ്. മിഡിൽ ഓപ്ഷൻ ആണ്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അലവിൽസ് അഡീഷണൽ കസ്റ്റമർ ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന കസ്റ്റമർ എന്തായാലും വേറെ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. ഒറ്റ ഓട്ടത്തില് വേറെ മേജർ ആക്സിഡന്റ് കാണുന്നില്ലല്ലോ. വേറെ റീപ്ലേസ്മെന്റ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ചോദിക്കുന്നത് 2,60,000 രൂപ. 260 ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്തായിട്ട് മാരുതിയുടെ ഇഗ്നീസ് വന്നിട്ടുണ്ട്. ഇഗ്നീസ് ഒക്കെ പുതിയത് എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടാനില്ല, കാരണം കമ്പനി നിർത്തിയില്ലേ. അപ്പൊ നല്ലൊരു ക്വാളിറ്റി വാഹനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2017 മോഡലാണ്. ഡെൽറ്റ വേരിയന്റ് ആണ്. സിംഗിൾ ഓൺഷിപ്പിൽ 75,000 കിലോമീറ്റർ ഓടിയുള്ളൂ. പെട്രോൾ മാനുവൽ. ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ അത്യാവശ്യം ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? കണ്ടീഷൻ വണ്ടിയാണ്. ഇനി അറിയേണ്ടത് ചോദിക്കുന്ന പ്രൈസ് ആണ്. നമ്മൾ ചോദിക്കുന്നത് 4,60,000. 460 ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം ഉണ്ടാവും. ഇതിന് വാറന്റി ഉണ്ടോ? 1 ഇയർ വാറന്റി കിട്ടും. 1 വർഷം വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരുപാട് ചെക്ക് പോയിന്റ് പാസ്സായാലാണ് 1 ഇയർ വാറന്റി കൊടുക്കുന്നത്. ഇത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2019 മോഡൽ VXI ഓട്ടോമാറ്റിക് വണ്ടിയാ. ഓക്കെ. സെക്കൻഡ് ഓൺഷിപ്പിൽ 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് ആണ്. ലോ കിലോമീറ്റർ ആണ്. സ്ട്രിംഗ് അവൈലബിൾ ആണ്. VXI എന്ന് പറയുന്ന വേരിയന്റ് മിഡിൽ ഓപ്ഷൻ ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ഈ വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് കാണുന്നില്ലല്ലോ? ഒന്നുമില്ല. വാറന്റി കൊടുക്കാൻ പറ്റും. 1 ഇയർ വാറന്റി ഉണ്ട്. ചോദിക്കുന്ന പ്രൈസ് 6,10,000. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാരുതിയുടെ സ്വിഫ്റ്റില് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള കളറാണ് ഈ ഒരു ബ്ലൂ. 4 സിലിണ്ടർ വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2021 മോഡൽ വണ്ടിയാ. LXI വേരിയന്റ്. ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പിൽ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ലോ കിലോമീറ്റർ ഓടിയ 4 സിലിണ്ടർ സ്വിഫ്റ്റ് ആണ്. അതും ബേസ് വേരിയന്റ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാണുന്നില്ല. വണ്ടിയാ. ഇത് LXI വേരിയന്റ് ആണ്. കൂടി അഡീഷണൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടച്ച് സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിന് എത്ര വാറന്റി കൊടുക്കാൻ പറ്റിയ? ഇത് നമുക്ക് 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടും. ട്രൂ വാല്യൂ സർട്ടിഫിക്കറ്റ് വാനാണ്. ഇനി അറിയേണ്ടത് നിങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ്. നമ്മൾ ചോദിക്കുന്നത് 5,60,000 രൂപ. 560. നമുക്ക് ചെറിയ മാറ്റങ്ങളാണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ 6 മാസത്തെ വാറന്റി, 3 ഫ്രീ സർവീസിന്റെ എടുക്കുന്ന കസ്റ്റമർ എന്തായാലും പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. നിങ്ങളൊരു സെഡാൻ സെഗ്മെന്റ് വാഹനം നോക്കുന്നവരാണെങ്കിൽ, അതും പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെങ്കിൽ നല്ലൊരു വാഹനം സ്റ്റോക്ക് ഉണ്ട്. ഏതാണ് വാഹനം? ഇത് 2018 മോഡൽ ഡിസയർ VXI ഓട്ടോമാറ്റിക് വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇതാകെ 24,000 കിലോമീറ്റർ ഓടി. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണല്ലേ? വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. വാറന്റി ഉണ്ട്. എത്ര വരുന്ന വാറന്റി? നമുക്ക് 1 ഇയർ വാറന്റി ഉള്ള വണ്ടിയാണ്. 1 ഇയർ വാറന്റി ഉണ്ട്. VXI മിഡിൽ ഓപ്ഷൻ. അത്യാവശ്യം എല്ലാ ഫീച്ചറും 4 ഡോർ പവർ ഉണ്ടോ, പവർ സ്റ്റിയറിംഗ്, പിന്നെ സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ടയറിംഗ് കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? ചോദിക്കുന്നത് 6,10,000. 6,10. ആസ്കിംഗ് പ്രൈസ്. ലോൺ ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. ഫാമിലി കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ തിരയുന്നത്, നമ്മൾ വീഡിയോസ് ഇട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ വാഗനർ ഓൾഡ് പ്രൈസ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2016 മോഡൽ വണ്ടിയാ. സിംഗിൾ ഓൺഷിപ്പില് 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 70,000 കിലോമീറ്റർ. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടും. ആവറേജ് മൈലേജ് എന്തായാലും ഒരു 15-16 മൈലേജ് കിട്ടും. ഈ ഒരു ഷേപ്പിൽ വരുന്ന വാഗനറിന് അത്യാവശ്യം ആളുകൾ വണ്ടി. യാത്ര കംഫർട്ട് ഞങ്ങളൊക്കെ എപ്പോഴും ഇതിന് വില ഒന്നുമില്ല. അപ്പൊ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ചോദിക്കുന്നത് 3,60,000. ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ല. ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാം. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം.